ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഇപ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന ലൈവിലുള്ള ഉൾപ്പെടെ ഈ സദസ്സിലുള്ള പ്രത്യേകിച്ച് ചെറുപ്പക്കാര് എല്ലാവരോടും പറയാണ്, ഇപ്പൊ 2 സംഘടനകളും ഒരുമിച്ച് നടക്കുന്ന കാലഘട്ടം. 2 സംഘടനകളും നേതാക്കന്മാർ ഒരുമിച്ച് നിൽക്കുന്ന സമയമാണ്, കാലഘട്ടമാണ്. അതിനുള്ള അണിയറ പ്രവർത്തകർ അതിന്റെ പ്രവർത്തനമൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അൽഹംദുലില്ലാഹ്, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നോക്കുമ്പോ ജഫ്രി മുത്തുക്കോയ തങ്ങൾ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അവിടുത്തെ ദർജക്ക് അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവര് ഖലീൽ തങ്ങളോടൊപ്പം ഒരു പള്ളി ഉദ്ഘാടനത്തിൽ കണ്ടു, പേരോട് സാഹിന്റെ കൂടെ കണ്ടു. ഇന്ന് നോക്കുമ്പോ ഇന്ന് മുസ്ലിം ലീഗിന്റെ കുറെ ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഉണ്ട്, എപിക്കാരും ഡികെക്കാരും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാവരും വരണം, അങ്ങനത്തെ ഒരു മജ്ലിസാണ്. ഇന്ന് ശിഹാബ് തങ്ങളുടെ അവിടുത്തെ പാണക്കാടുള്ള ഒരു കല്യാണത്തിന് എല്ലാ നേതാക്കന്മാരും അവിടെയുണ്ട്. ഇപ്പോ നേതാക്കന്മാരൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന സമയം. ആരും പോയി ഫേസ്ബുക്കിൽ പഴയ വീഡിയോസ് ഒന്നും കുത്തിപ്പൊന്തിച്ചിട്ട് നേതാക്കന്മാരുടെ ഇടയിൽ ഭിന്നിപ്പ് വരുത്താൻ നമ്മൾ ആരും ശ്രമിക്കരുത്. നല്ല ശ്രദ്ധിച്ചോളണം ആ വിഷയം. നിങ്ങൾ അടിയിൽ പോയി ഒരു കമന്റ് ഇടും, ചിലപ്പോ ആ വ്യക്തിയെ വേദനിപ്പിക്കുന്ന കമന്റ് ആകും, അല്ലെങ്കിൽ ആ സംഘടനയെ വേദനിപ്പിക്കുന്ന തരം താഴ്ത്തുന്ന കമന്റ് ആയാൽ നിങ്ങൾ അത് എഴുതിയിട്ട് അങ്ങോട്ട് പോകും. പിന്നില് ഒരുപാട് ആയിരങ്ങൾ 10,000 കാണാൻ പിന്നിൽ വരും. ഓരോരുത്തര് വായിക്കുന്നതിന്റെയും ശിക്ഷ അല്ലാഹു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ആ ഒരൊറ്റ കാരണം മതിയാകും നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ. അല്ലാഹു കാക്കട്ടെ. അപ്പോ പറഞ്ഞു വന്നത്, സംഘടന എന്നുള്ള ലെവലിൽ ഒരാളും ഇനി ഒരു വിഷയത്തിലേക്കൊന്നും കടക്കരുത്. നമുക്കെല്ലാവരും വേണം. നമ്മൾ വിളിക്കുന്ന മഹാന്മാരൊക്കെ അങ്ങനത്തെ മഹാന്മാരാണ്. നമ്മുടെ ഉസ്താദുമാര്, ഞാൻ ഏത് വേദിയിലും എന്റെ ഉസ്താദുമാർക്ക് ഫാത്തിഹ വിളിച്ചിട്ട് അതാണ് ഒരു ഉസ്താദ് ഇതാണ് എന്നെ പഠിപ്പിച്ചത്. അവരങ്ങനെയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. മശായിഖന്മാരെ വിളിക്കണം. ഞാൻ എല്ലാവരെയും വിളിക്കാറുണ്ട്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങും, റസൂലുള്ളാഹിന്റെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കും, ഖാജ മുഈനുദ്ദീൻ തങ്ങളെ വിളിക്കും, അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി മാലിക് ഇബ്നു ദീനാറിനെ വിളിക്കും. എന്നെ പഠിപ്പിച്ച് വളർത്തിയ കുറേ ഭക്ഷണം തന്ന ഷെയ്ഖുന എം ഉസ്താദിനെ വിളിക്കും, എ.കെ. ഉസ്താദിനെ വിളിക്കും. അങ്ങനെ പോന്ന് സംഘടനകളുടെ വലിയ നേതാവായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയും വിളിക്കാത്ത ഒരു മജ്ലിസും ഇതുവരെ ഞാൻ നടത്തിയിട്ടില്ല. അവരുടെയൊക്കെ തണലാണ് ഈ മജ്ലിസൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നത്. അല്ലാഹു ഇനിയും വളർത്തി തരട്ടെ. ഖുത്ബിയത്ത് തുടങ്ങാം.